മനുഷ്യാവതാരത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ 2025 നമുക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ് മൂന്നാം നൊമ്പരം എന്ന മനോഹരമായ ഈ ചലച്ചിത്ര കാവ്യം. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യാവതാരത്തെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെയുള്ള ധ്യാനമാണ് നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നത്. ആ രീതിയിൽ വളരെ ധീരമായ ഒരു മനസ്സോടെ, ധ്യാനാത്മകമായ ഭാവത്തോടെ ഈ ചലച്ചിത്രം നിർമ്മിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോഷിയെയും ജിജിയും എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. ചലച്ചിത്ര മേഖല, ചലച്ചിത്രം മനുഷ്യനെ ഏറെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ചലച്ചിത്രത്തിലൂടെ ഈശോയെ അവതരിപ്പിക്കാൻ സാധിക്കുമ്പോൾ അതൊരു പക്ഷേ ഒരു ബൈബിൾ പ്രസംഗത്തെക്കാളും എല്ലാം വളരെ പ്രസക്തമായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു നൊമ്പരമാണ് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അമ്മ നൊമ്പരം അനുഭവിക്കാത്ത ആരും തന്നെയില്ല. അമ്മയുടെ ആ നൊമ്പരം എന്തായിരുന്നു? ഉണ്ണിയെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിലെ ആകാംക്ഷ ഒട്ടും ചോർന്നു പോകാതെ ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്ന ഒരു ചലച്ചിത്രമായിട്ട് അവർ അവതരിപ്പിക്കുമ്പോൾ അതിനെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം എങ്കിൽ മാത്രമേ കൂടുതൽ ചലച്ചിത്രങ്ങൾ ഈ മേഖലയിൽ നിർമ്മിക്കപ്പെടുകയുള്ളൂ. ഇതിലൂടെ നൽകപ്പെടുന്ന ഗുഡ് ന്യൂസ് അത് സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും.